എല്ലാവർക്കും ASAPന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നവോത്ഥാന നായകന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ എല്ലാ പോയിന്റുകളും ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായി തന്നെ കാണാം. 1853 ഓഗസ്റ്റ് 25 തിരുവനന്തപുരം ജില്ലയിലെ കണ്ണൻമൂലയിലെ കൊല്ലൂരിൽ ഉള്ളൂർക്കോട് ഭവനത്തിൽ വാസുദേവൻ ശർമ്മയുടെയും നങ്ങേമ പിള്ളയുടെയും മകനായി കുഞ്ഞൻ പിള്ള ജനിച്ചു. യഥാർത്ഥ നാമം അയ്യപ്പൻ. 1853 ഓഗസ്റ്റ് 25 ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കണ്ണൻമൂലയിലെ കൊല്ലൂരിലാണ്. വീട്ടുപേര് ഉള്ളൂർക്കോട് ഭവനം. അദ്ദേഹത്തിന്റെ വീടിന്റെ പേര് ഉള്ളൂർക്കോട് ഭവനം. പിതാവ് വാസുദേവൻ ശർമ്മ. പിതാവിന്റെ പേര് വാസുദേവൻ ശർമ്മ. മാതാവ് നങ്ങേമ പിള്ള. ബാല്യകാല നാമം കുഞ്ഞൻ പിള്ള. അദ്ദേഹത്തിന്റെ കുഞ്ഞായിരിക്കുമ്പോൾ ചട്ടമ്പി സ്വാമികളുടെ പേര് കുഞ്ഞൻ പിള്ള. യഥാർത്ഥ പേര് അയ്യപ്പൻ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്തായിരുന്നു? അയ്യപ്പൻ എന്നായിരുന്നു. ഷൺമുഖദാസൻ എന്ന പേരിലും അദ്ദേഹം അറിയപ്പെട്ടു. ഷൺമുഖദാസൻ എന്ന പേരിലും ചട്ടമ്പി സ്വാമികൾ അറിയപ്പെട്ടു. ചട്ടമ്പി സ്വാമികളെ ഷൺമുഖദാസൻ എന്ന് വിശേഷിപ്പിച്ചത് തൈക്കാട് അയ്യ. തൈക്കാട് അയ്യയാണ് ചട്ടമ്പി സ്വാമികളെ ഷൺമുഖദാസൻ എന്ന് വിശേഷിപ്പിച്ചത്. ചട്ടമ്പി സ്വാമികൾക്ക് വിദ്യാധിരാജ എന്ന വിശേഷണം നൽകിയത് എട്ടരയോഗം. എട്ടരയോഗമാണ് ചട്ടമ്പി സ്വാമികളെ വിദ്യാധിരാജ എന്ന് വിശേഷിപ്പിച്ചത്. ശ്രീ ഭട്ടാരകൻ, ബാലഭട്ടാരകൻ എന്ന പേരിലും ചട്ടമ്പി സ്വാമി അറിയപ്പെട്ടു. ശ്രീ ഭട്ടാരകൻ, ബാലഭട്ടാരകൻ എന്ന പേരിലും ചട്ടമ്പി സ്വാമി അറിയപ്പെട്ടു. കാഷായം ധരിക്കാത്ത സന്യാസി, കാവിയും കമണ്ഡലവുമില്ലാത്ത സന്യാസി എന്നിങ്ങനെ വിശേഷണമുള്ളതും ചട്ടമ്പി സ്വാമികൾക്കാണ്. എന്തോന്ന്? കാഷായം ധരിക്കാത്ത സന്യാസി, കാവിയും കമണ്ഡലവുമില്ലാത്ത സന്യാസി. സദ്ഗുരു, പരിപൂർണ കലാനിധി, സർവജ്ഞനായ ഋഷി എന്നിങ്ങനെ ശ്രീനാരായണ ഗുരു വിശേഷിപ്പിച്ചത് ചട്ടമ്പി സ്വാമികളെ. സദ്ഗുരു, പരിപൂർണ കലാനിധി, സർവജ്ഞനായ ഋഷി എന്നിങ്ങനെ വിശേഷണം ചട്ടമ്പി സ്വാമികൾക്ക് നൽകിയത് ശ്രീനാരായണ ഗുരുവാണ്. തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച നവോത്ഥാന നായകൻ. തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച നവോത്ഥാന നായകൻ. ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാല ഗുരു പേട്ടയിൽ രാമൻപിള്ള ആശാൻ. ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാല ഗുരുവാണ് പേട്ടയിൽ രാമൻപിള്ള ആശാൻ. രാമൻപിള്ള ആശാന്റെ ജ്ഞാനപ്രജാകരം, അദ്ദേഹത്തിന്റെ കുടിപ്പള്ളിക്കൂടത്തിന്റെ പേരാണ് ജ്ഞാനപ്രജാകരം. ഈ ജ്ഞാനപ്രജാകരം എന്ന കുടിപ്പള്ളിക്കൂടത്തിൽ പഠിക്കവേ ക്ലാസ്സിലെ ലീഡർ എന്ന നിലയിൽ അയ്യപ്പന് ലഭിച്ച പേരാണ് ചട്ടമ്പി സ്വാമികൾ എന്നാണ്. ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ ഗുരു തൈക്കാട് അയ്യ. ചട്ടമ്പി സ്വാമികളുടെ ഗുരു ആരായിരുന്നു? തൈക്കാട് അയ്യ. സംസ്കൃതത്തിലും വേദോപനിഷത്തിലും യോഗവിദ്യയിലും ചട്ടമ്പി സ്വാമികളുടെ ഗുരു സുബ്ബജട പാടികൾ. സംസ്കൃതം, വേദോപനിഷത്ത് എന്നിവ ചട്ടമ്പി സ്വാമികളെ പഠിപ്പിച്ചു കൊടുത്തത് സുബ്ബജട പാടികൾ. ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം പഠിപ്പിച്ചു കൊടുത്തത് സ്വാമിനാഥ ദേശികൾ. ആരാണ്? സ്വാമിനാഥ ദേശികളാണ് ചട്ടമ്പി സ്വാമികൾക്ക് തമിഴ് വേദാന്ത ശാസ്ത്രം പഠിപ്പിച്ചു കൊടുത്തത്. ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലമാണ് വടിവീശ്വരം. വടിവീശ്വരത്ത് വെച്ചാണ് ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ചത്. ചട്ടമ്പി സ്വാമികൾ വിവേകാനന്ദനെ കണ്ടുമുട്ടുന്നത് 1892 സ്വാമി വിവേകാനന്ദനും ചട്ടമ്പി സ്വാമിയും കണ്ടുമുട്ടിയത് 1892. സ്വാമി വിവേകാനന്ദന് ചിന്മയമുദ്രയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് വിവരിച്ചു കൊടുത്തത് ചട്ടമ്പി സ്വാമികളാണ്. സ്വാമി വിവേകാനന്ദന് ചിന്മയമുദ്രയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് വിവരിച്ചു കൊടുത്തത് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടിയത് 1882. ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടുന്നത് 1882 അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച്.
അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടുന്നത്. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് ചട്ടമ്പി സ്വാമിയെ കുറിച്ച് പറഞ്ഞത് സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദനാണ് പറഞ്ഞത് മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു. അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാൻ ഒരു കൊതുകാണ് എന്ന് പറഞ്ഞത് ചട്ടമ്പി സ്വാമികൾ. ആരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? സ്വാമി വിവേകാനന്ദനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞത്? അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ അദ്ദേഹത്തിന്റെ മുന്നിൽ ഞാൻ എത്രയേ ഉള്ളൂ? ഒരു കൊതുകിന്റെ അത്രേ ഉള്ളൂ എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? ചട്ടമ്പി സ്വാമികൾ പറഞ്ഞത്. തീ പോലെയുള്ള വാക്കുകൾ കത്തിപ്പോകാതിരുന്നത് മഹാഭാഗ്യം. തോന്നാ തീ പോലെയുള്ള വാക്കുകൾ കത്തിപ്പോകാതിരുന്നത് മഹാഭാഗ്യം. ചട്ടമ്പി സ്വാമികളുടെ വേദാധികാര നിരൂപണം എന്ന കൃതി വായിച്ചുകൊണ്ട് വിവേകാനന്ദനാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. ഏത് കൃതിയായിരുന്നു? വേദാധികാര നിരൂപണം. അവർണർക്കും വേദം പഠിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ചട്ടമ്പി സ്വാമികൾ എഴുതിയ കൃതിയാണ് വേദാധികാര നിരൂപണം. അവർണർക്കും വേദം പഠിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ചട്ടമ്പി സ്വാമികൾ എഴുതിയ കൃതിയാണ് വേദാധികാര നിരൂപണം. ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതി പ്രാചീന മലയാളം. ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം. പരശുരാമൻ മഴുവെറിഞ്ഞ് കേരളം സൃഷ്ടിച്ചത് ബ്രാഹ്മണർക്ക് വേണ്ടിയാണ് എന്ന വാദത്തെ എതിർത്തുകൊണ്ട് ചട്ടമ്പി സ്വാമി എഴുതിയ കൃതിയാണ് പ്രാചീന മലയാളം. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കൃതിയായ പ്രാചീന മലയാളത്തിലെ പ്രതിപാദ്യ വിഷയം എന്താന്ന് ചോദിച്ചാൽ പരശുരാമൻ മഴുവെറിഞ്ഞ്, അവിടെ വിട്ടുപോയിട്ടുണ്ട്, മഴു എറിഞ്ഞ് കേരളം സൃഷ്ടിച്ചത് അവർ ബ്രാഹ്മണർക്ക് വേണ്ടിയാണ് എന്ന വാദത്തെ എതിർത്തുകൊണ്ട് എഴുതിയ കൃതിയാണ് പ്രാചീന മലയാളം. മനുഷ്യ സമുദായത്തിന്റെ ആദ്യ ഭാഷ തമിഴാണെന്ന് വാദിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ആദിഭാഷ. മനുഷ്യ കുലത്തിന്റെ തന്നെ ആദ്യത്തെ ഭാഷ തമിഴാണെന്ന് വാദിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ആദിഭാഷ. ക്രിസ്തു മതസഭകളുടെ പ്രവർത്തനങ്ങളെയും മതം മാറ്റത്തെയും എതിർത്തുകൊണ്ട് ചട്ടമ്പി സ്വാമികൾ എഴുതിയ കൃതിയാണ് ക്രിസ്തു മത നിരൂപണം. ഏതായിരുന്നു? ക്രിസ്തു മത നിരൂപണം. ക്രിസ്തു മത പ്രവർത്തനങ്ങളെയും മതപരിവർത്തനത്തെയും എതിർത്തുകൊണ്ട് ചട്ടമ്പി സ്വാമി എഴുതിയ കൃതിയാണ് ക്രിസ്തു മത നിരൂപണം. ക്രിസ്തു മത നിരൂപണത്തിലെ തന്നെ രണ്ട് ഭാഗങ്ങളാണ് ക്രിസ്തു മതഛേദനവും ക്രിസ്തു മതാചാരവും. ക്രിസ്തു മതഛേദനം, ക്രിസ്തു മതാചാരം. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപം എന്ന കൃതിയെ വിമർശിച്ചുകൊണ്ട് ചട്ടമ്പി സ്വാമി എഴുതിയ കൃതിയാണ് മോക്ഷപ്രദീപ ഖണ്ഡനം. ഏതാണ്? മോക്ഷപ്രദീപ ഖണ്ഡനം. ഈ മോക്ഷപ്രദീപം എന്ന് പറയുന്ന കൃതി ബ്രഹ്മാനന്ദ ശിവയോഗിയുടേതാണ്. ആ കൃതി വായിച്ചിട്ട് അതിനെ എതിർത്തുകൊണ്ട് ചട്ടമ്പി സ്വാമികൾ എഴുതിയ കൃതിയാണ് മോക്ഷപ്രദീപ ഖണ്ഡനം. ചട്ടമ്പി സ്വാമികൾ പരിഭാഷപ്പെടുത്തിയ സുന്ദര സ്വാമികളുടെ കൃതി. ചട്ടമ്പി സ്വാമികൾ പരിഭാഷപ്പെടുത്തിയ സുന്ദര സ്വാമികളുടെ കൃതിയാണ് നിജാനന്ദ വിലാസം. ഏതായിരുന്നു കൃതി? നിജാനന്ദ വിലാസം. അഗസ്ത്യാർ എന്ന തൂലികാ നാമത്തിൽ ചട്ടമ്പി സ്വാമികൾ തമിഴിൽ രചിച്ച കൃതിയാണ് തമിഴകം. അഗസ്ത്യാർ എന്ന തൂലികാ നാമത്തിൽ ചട്ടമ്പി സ്വാമികൾ തമിഴിൽ രചിച്ച കൃതിയാണ് തമിഴകം. ഈ ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യനാണ് ബോധേശ്വരൻ. അതാണ് ബോധേശ്വരൻ. നമുക്കൊക്കെ അറിയാം, ജയ ജയ കോമള കേരള ധരണി എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ രചയിതാവാണ് ബോധേശ്വരൻ. അതുപോലെ നമ്മുടെ സുഗതകുമാരി ടീച്ചറുടെ അച്ഛനും കൂടിയാണ് ആര്? ബോധേശ്വരൻ. ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട മറ്റു കൃതികളാണ്: ഒന്ന് അദ്വൈത ചിന്താ പദ്ധതി, രണ്ടാമത്തത് കേരളത്തിലെ ദേശനാമങ്ങൾ, ജീവകാരുണ്യ നിരൂപണം, വേദാന്തസാരം, അദ്വൈത പഞ്ചരം, സർവമത സാമരസ്യം, പരമപഠാരക ദർശനം, തമിഴകം, മനോനാശം, ദ്രാവിഡ മാഹാത്മ്യം, അതുപോലെ പ്രണവവും സംഖ്യാ ദർശനവും. അദ്ദേഹത്തിന്റെ മറ്റ് കൃതികളാണ് ഇത്രയും.
ചട്ടമ്പി സ്വാമികളുടെ സമാധി 1924 മെയ് 5. ചട്ടമ്പി സ്വാമികളുടെ സമാധി 1924 മെയ് 5 അദ്ദേഹത്തിന്റെ സമാധി സ്ഥലം, സ്മാരകമല്ല, സമാധി, ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം പന്മന, കൊല്ലം ജില്ലയിലെ പന്മനയിലാണ്. ചട്ടമ്പി സ്വാമികളുടെ സമാധിയിൽ അനുശോചിച്ച് പണ്ഡിറ്റ് കറുപ്പൻ എഴുതിയ കൃതിയാണ് സമാധി സപ്താഹം. ചട്ടമ്പി സ്വാമികളുടെ സമാധിയിൽ അനുശോചിച്ച് പണ്ഡിറ്റ് കറുപ്പൻ എഴുതിയ കൃതിയാണ് സമാധി സപ്താഹം. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലത്ത് പന്മന ആശ്രമം സ്ഥാപിച്ചത് അദ്ദേഹത്തിന്റെ ശിഷ്യനായ കുമ്പളത്ത് ശങ്കുണ്ണി. അദ്ദേഹത്തിന്റെ ശിഷ്യനായ കുമ്പളത്ത് ശങ്കുണ്ണിയാണ് പന്മന ആശ്രമം സ്ഥാപിച്ചത്. അതുപോലെ ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലത്ത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെല്ലാവരും ചേർന്ന് സ്ഥാപിച്ച ക്ഷേത്രമാണ് ബാലഭട്ടാരക ക്ഷേത്രം. എന്നാണ് ബാലഭട്ടാരക ക്ഷേത്രം. അദ്ദേഹത്തിന്റെ സമാധി സ്ഥലത്തുള്ള ക്ഷേത്രമാണ് ബാലഭട്ടാരക ക്ഷേത്രം. ചട്ടമ്പി സ്വാമിയോടുള്ള ആദര സൂചകമായി ഇന്ത്യൻ തപാൽ വകുപ്പ് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2014 ഏപ്രിൽ 30. ചട്ടമ്പി സ്വാമിയോടുള്ള ആദര സൂചകമായി ഇന്ത്യൻ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2014 ഏപ്രിൽ 30. ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് നമ്മൾ പഠിച്ചു 1853 ഓഗസ്റ്റ് 25. അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഓഗസ്റ്റ് 25 ജീവകാരുണ്യ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമായ ഓഗസ്റ്റ് 25 ജീവകാരുണ്യ ദിനമായി പ്രഖ്യാപിച്ചു. ഇനി അദ്ദേഹം പറയുന്ന കുറച്ച് വചനങ്ങളുണ്ട്. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകും. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകും. അതുപോലെ മറ്റൊരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അനുകമ്പയാൽ മധുരമുള്ളതായിരിക്കണം മനുഷ്യ മനസ്സ്. എന്തായാലും അനുകമ്പയാൽ മധുരമുള്ളതായിരിക്കണം മനുഷ്യ മനസ്സ് എന്നും പറഞ്ഞത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികൾ ജീവിതവും കൃതികളും. ചട്ടമ്പി സ്വാമികളെ കുറിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കി ചട്ടമ്പി സ്വാമികൾ ജീവിതവും കൃതികളും എന്ന കൃതിയുടെ രചയിതാവാണ് കെ മഹേശ്വരൻ നായർ. അതാണ് കെ മഹേശ്വരൻ നായർ രചിച്ച ചട്ടമ്പി സ്വാമിയെ കുറിച്ച് രചിച്ച കൃതിയാണ് ചട്ടമ്പി സ്വാമികൾ ജീവിതവും കൃതികളും. ചട്ടമ്പി സ്വാമികളുടെ ജീവിതത്തെ ആസ്പദമാക്കി മഹാമുനി എന്ന നോവൽ രചിച്ചത് കൈതക്കൽ സോമനാഥക്കുറുപ്പ്. ചട്ടമ്പി സ്വാമികളുടെ ജീവിതത്തെ ആസ്പദമാക്കി മഹാമുനി എന്ന നോവൽ രചിച്ചത് കൈതക്കൽ സോമനാഥക്കുറുപ്പ്. ചട്ടമ്പി സ്വാമികൾ ജീവിതവും ദർശനവും എന്ന കൃതിയുടെ രചയിതാവ് ടോണി മാത്യു. അതാണ് ടോണി മാത്യു. ചട്ടമ്പി സ്വാമികൾ ജീവിതവും ദർശനവും എന്ന കൃതിയുടെ രചയിതാവ് ടോണി മാത്യു. ചട്ടമ്പി സ്വാമിയോടുള്ള ബഹുമാനാർത്ഥം ഇരിങ്ങാലക്കുടയിൽ നിന്ന് ആരംഭിച്ച മാസികയാണ് സദ്ഗുരു. ചട്ടമ്പി സ്വാമികളോടുള്ള ബഹുമാനാർത്ഥം ഇരിങ്ങാലക്കുടയിൽ നിന്നും ആരംഭിച്ച മാസികയാണ് സദ്ഗുരു. 1921 ഈ മാസിക പുറത്തിറങ്ങുന്നത്. ഈ സദ്ഗുരു എന്ന് പറയുന്ന മാസികയുടെ സ്ഥാപകരാണ് തച്ചുടയ കൈമൾ നീലകണ്ഠ തീർത്ഥപാദർ. തച്ചുടയ കൈമൾ നീലകണ്ഠ തീർത്ഥപാദർ. ചട്ടമ്പി സ്വാമിയുടെ ക്ലാസ് നമ്മൾ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പോയിന്റുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ് ആണ് ഇന്നത്തേത്. താങ്ക് യു.